നാട്ടിൻപുറത്തുകാരനും അവിവാഹിതനും സദ്ഗുണസമ്പന്നനും പരസഹായിയുമായ ഒരു യുവാവിന്റെയും അയാൾ പഠനച്ചെലവ് സ്പോൺസർ ചെയ്യാമെന്നേറ്റ് മെഡിസിൻ പഠിക്കാൻ ചേരുന്ന നിർധനയായ ഒരു യുവതിയുടെയും കഥ സിനിമയാക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് സംവിധായകൻ കമലും രചയിതാവ് CV ബാലകൃഷ്ണനും ചേർന്നായിരുന്നു. നായികയായി ആദ്യമേ ശാലിനിയെ തീരുമാനിച്ചിരുന്നു. നായികയ്ക്കൊപ്പം ജോലി ചെയ്യാൻ എത്തുന്ന ഡോക്ടറുടെ റോൾ കമലിന്റെ സഹായിയായിരുന്ന ദിലീപ് ഏറ്റെടുത്തു. ചിത്രത്തിന്റെ രചന നടക്കുന്നതിനിടയിൽ നടന്മാരായ ശ്രീനിവാസനും സിദ്ദിഖും കഥ കേൾക്കുകയും ചെയ്തു. പക്ഷെ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് തിടുക്കത്തിൽ പടം റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കമലും രചയിതാവും ഈ കഥ മറ്റൊരവസരത്തിലെടുക്കാം എന്ന് പറഞ്ഞ് പിന്മാറി. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ സംവിധായകൻ രാജസേനൻ ജയറാമിനെ നായകനാക്കി കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രം അനൗൺസ് ചെയ്തു. ചിത്രത്തിന്റെ കഥ അറിയാനിടയായ CV ബാലകൃഷ്ണൻ ശ്രീനിവാസനെയും ദിലീപിനെയും സിദ്ദിഖിനെയും സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തി മലയാളം സിനി അസോസിയേഷനിൽ അതായത് മാക്ടയിൽ പരാതി സമർപ്പിച്ചു. അന്നത്തെ മാക്ടയുടെ ചെയർമാനായിരുന്ന സംവിധായകൻ ഹരിഹരനായിരുന്നു ആ പ്രമേയത്തിന്റെ യഥാർത്ഥ അവകാശി CV ബാലകൃഷ്ണനാണെന്നും അദ്ദേഹത്തിന്റെ പേര് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടന്റെ ടൈറ്റിൽ കാർഡിൽ ഉൾപ്പെടുത്തണമെന്ന വിധിയും പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.